വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. നിങ്ങളുടെ ഈ സ്വന്തം വീട്ടിലെ മിസ് ആണ്. സോ ഒരു 10 മിനിറ്റ് കൊണ്ട് കുറേ ക്വസ്റ്റ്യൻസ് ആണ് മിസ് നിങ്ങളുടെ കയ്യിലേക്ക് തരാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നാളത്തെ പരീക്ഷ പേപ്പറിൽ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് മിസ്സിന്റെ കയ്യിലുള്ളത്. സോ സ്റ്റേ ട്യൂൺഡ്, ലെറ്റ്സ് ബിഗിൻ. ഈ ഡയഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ക്വസ്റ്റ്യനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻ മാത്രമല്ല, എല്ലാ നോൺ മെറ്റൽസിന്റെയും പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ എന്താ നമുക്കറിയാം, ലബോറട്ടറി പ്രിപ്പറേഷൻ ഓഫ് ക്ലോറിൻ ആണ് തന്നിട്ടുള്ളത്. അനലൈസ് ദ പിക്ചർ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ വാട്ട് ആർ ദ കെമിക്കൽ റിക്വയർഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ക്ലോറിൻ ഗ്യാസ്? മക്കളെ, ക്ലോറിൻ വാതകത്തെ നിർമ്മിക്കാൻ ഏതൊക്കെ കെമിക്കൽസ് ആണ് നമുക്ക് വേണ്ടത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ക്ലോറിനെ പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് രണ്ടേ ആൾക്കാരെ മതി. ആരൊക്കെ വേണ്ടത്? ഒന്നാമത്തെ ആളാണ് KMnO4, പൊട്ടാസ്യം പെർമാംഗനേറ്റ്. രണ്ടാമത്തെ ആളാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റിനെയും ഹൈഡ്രോക്ലോറിക് ആസിഡിനെയും കൂടെ മിക്സ് ചെയ്ത് ഒന്ന് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലോറിൻ ഗ്യാസിനെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ. അപ്പോൾ പൊട്ടാസ്യം പെർമാംഗനേറ്റും അതേപോലെ ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ റിയാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആരെയൊക്കെയാ കിട്ടുക? നമുക്ക് ഇവിടെ ക്ലോറിൻ ഗ്യാസ് KCl കിട്ടും, MnCl2 കിട്ടും, അതേപോലെ ക്ലോറിൻ ഗ്യാസ് കിട്ടും, വാട്ടർ കിട്ടും. ഇത്രയും ആൾക്കാരെയാണ് നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ക്ലോറിനെ ലബോറട്ടറിയിൽ നിർമ്മിക്കാൻ, പരീക്ഷണശാലയിൽ നിർമ്മിക്കാൻ വേണ്ടത് പൊട്ടാസ്യം പെർമാംഗനേറ്റും ഹൈഡ്രോക്ലോറിക് ആസിഡും. ഇനി വൈ ക്ലോറിൻ ഗ്യാസ് ഈസ് പാസ് ത്രൂ വാട്ടർ? ഇങ്ങനെ കിട്ടുന്ന ക്ലോറിൻ ഗ്യാസിനെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ജലത്തിലൂടെ കടത്തിവിടുന്നത്? എന്തിനു വേണ്ടിയിട്ടാ മക്കളെ? ഈ പുറത്തു വരുന്ന ക്ലോറിൻ ഗ്യാസസിനൊപ്പം ട്രേസസ് ഓഫ് ഹൈഡ്രജൻ ക്ലോറൈഡ്, കുറച്ച് ഹൈഡ്രജൻ ക്ലോറൈഡ് കൂടി ഉണ്ടാവും. ടു റിമൂവ് HCl, ഈ ടു റിമൂവ് ട്രേസസ് ഓഫ് HCl, ഈ HClന്റെ ട്രേസസ്, അതായത് വളരെ നേരിയ അളവിൽ HCl ഉണ്ടാകും. ഇതിനെ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വാട്ടറിലൂടെ പാസ് ചെയ്യുന്നത്. സോ പൊട്ടാസ്യം പെർമാംഗനേറ്റും HCl മിക്സ് ചെയ്ത് നമ്മൾ ക്ലോറിൻ ഗ്യാസിനെ ഉണ്ടാക്കും. ഈ ക്ലോറിൻ ഗ്യാസിനെ നമ്മൾ ആദ്യം വാട്ടറിലൂടെ കടത്തിവിടും അല്ലെ, വെള്ളത്തിലൂടെ കടത്തിവിടും. എന്തിനു വേണ്ടിയിട്ടാ? ടു റിമൂവ് ട്രേസസ് ഓഫ് HCl. HClനെ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ കടത്തിവിടാം. അടുത്തത്, വിച്ച് സബ്സ്റ്റൻസ് ഈസ് യൂസ് ടു റിമൂവ് ദ മോയ്സ്ചർ ഫ്രം ക്ലോറിൻ? ഇങ്ങനെ വാട്ടറിലൂടെ കടത്തിവിടുന്ന ക്ലോറിൻ ഗ്യാസ് പുറത്തേക്ക് വരുമ്പോൾ അതിൻ്റെ ഒപ്പം കുറച്ച് മോയ്സ്ചർ ഉണ്ടാവും. സോ ടു റിമൂവ് മോയ്സ്ചർ, ആ മോയ്സ്ചറിനെ കടത്തിവിടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു ഡ്രൈയിങ് ഏജന്റ് ഉപയോഗിക്കും. അതിനാ ജലാംശത്തെ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരാൾ ഉപയോഗിക്കും. അത് ആരാ? അത് സൾഫ്യൂരിക് ആസിഡ് ആണ് കേട്ടോ. അപ്പൊ ടു റിമൂവ് മോയ്സ്ചർ, നമ്മുടെ ജലാംശത്തെ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്നത് H2SO4 അഥവാ സൾഫ്യൂരിക് ആസിഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ക്ലോറിൻ ഗ്യാസ് ഉണ്ടാക്കി ആദ്യം വാട്ടറിലൂടെ കടത്തിവിട്ടു. എന്തിനാ? ടു റിമൂവ് HCl. പിന്നെ നമ്മൾ സൾഫ്യൂരിക് ആസിഡിലൂടെ കടത്തിവിട്ടു. എന്തിനാ? ടു റിമൂവ് മോയ്സ്ചർ. അടുത്തത്, ഹൗ ഈസ് ബ്ലീച്ചിങ് പൗഡർ പ്രിപ്പയർഡ്? ഈ ക്ലോറിൻ ഗ്യാസ് വെച്ചിട്ടാണ് നമ്മൾ ബ്ലീച്ചിങ് പൗഡർ ഉണ്ടാക്കുക. നമ്മൾ എന്താ ചെയ്യുക? ഡ്രൈ സ്ലേക്കഡ് ലൈം. ബ്ലീച്ചിങ് പൗഡർ ഉണ്ടാക്കുക 2 പേര് മതി. ഒന്നാമത്തെ ആള് ഡ്രൈ സ്ലേക്കഡ് ലൈം, രണ്ടാമത്തെ ആള് ഡ്രൈ ക്ലോറിൻ ഗ്യാസ്. എന്തൊക്കെയാ വേണ്ടത്? ഒന്നാമത്തെ ആള് നല്ല ഉണങ്ങിയ കുമ്മായപ്പൊടി വേണം. ഓക്കെ, രണ്ടാമത്തെ ആളത് പറയുന്നത് നമ്മുടെ ക്ലോറിൻ ഗ്യാസ് വേണം. 2 പേരും ഉണങ്ങിയതാണ്. ഡ്രൈ സ്ലേക്കഡ് ലൈമിലൂടെ ഡ്രൈ ക്ലോറിൻ ഗ്യാസിനെ കടത്തിവിടുമ്പോൾ വിൽ ഗെറ്റ് ബ്ലീച്ചിങ് പൗഡർ. നമുക്കതിന്റെ ഇക്വേഷൻ എഴുതി നോക്കിയാലോ? സ്ലേക്കഡ് ലൈം എന്ന് പറഞ്ഞാൽ CaOH2 അല്ലെ, ഇതാണ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. ഇനി അതിലേക്ക് ക്ലോറിൻ ഗ്യാസിനെ കടത്തിവിടുന്നു. അപ്പൊ നമുക്ക് അവിടെ ആരൊക്കെ കിട്ടുക? ഒന്നാമതായിട്ട് നമുക്ക് കാൽഷ്യം ക്ലോറൈഡ് കിട്ടും, പിന്നെ CaOCl2 എന്ന് പറയുന്ന ബ്ലീച്ചിങ് പൗഡർ കിട്ടും, ഒപ്പം കുറച്ച് വാട്ടറും കിട്ടും കേട്ടോ. സോ ഇത് കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. ബ്ലീച്ചിങ് പൗഡർ എന്ന് പറഞ്ഞാൽ അത് ബ്ലീച്ചിങ് പൗഡറിന്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് CaOCl2 ആണ് കേട്ടോ. CaOCl2 ആണ്. അത് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഇത് പഠിക്കുന്നതിനോടൊപ്പം എൻ്റെ കുട്ടികൾ മനസ്സിലാക്കുക, ഓരോ നോൺ മെറ്റലിന്റെയും പ്രിപ്പറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഹൈഡ്രജനെ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യാം? ഹൈഡ്രജനെ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമ്മളൊരു ആസിഡിനെ മെറ്റൽ ആയിട്ട് ട്രീറ്റ് ചെയ്യുക അല്ലെ. ഒരു ആസിഡിനെ ലോഹവുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുത്തിയാൽ മതി. അപ്പൊ ആസിഡ് എന്ന് പറയുമ്പോൾ നമുക്ക് HCl എടുക്കാം, മെറ്റൽ എന്ന് പറയുമ്പോൾ സിങ്ക് എടുക്കാം. സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിങ്ക് ക്ലോറൈഡും ഹൈഡ്രജൻ ഗ്യാസും കിട്ടും. സിങ്ക് മാത്രമല്ല, അതിന് പകരം നമുക്ക് മഗ്നീഷ്യം എടുക്കാം.
ഓക്കെ, ഇനി അത് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ളത് ആരെയാ മക്കളെ? ഓക്സിജനെയാണ് രണ്ടാമതായിട്ട് അല്ലെ. ഓക്സിജനെ നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം? ഓക്സിജനെ പ്രിപ്പയർ ചെയ്യുന്നെങ്കിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ നമ്മൾ ഹീറ്റ് ചെയ്യാം. കുറച്ച് പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ എടുത്ത് ഹീറ്റ് ചെയ്താൽ മാത്രം മതി. പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓക്സിജൻ ഗ്യാസിനെ പ്രിപ്പയർ ചെയ്യാം. ഇപ്പൊ പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ ഹീറ്റ് ചെയ്താൽ K2MnO4 പൊട്ടാസ്യം മാംഗനേറ്റ് കിട്ടും, മാംഗനീസ് ഡയോക്സൈഡ് കിട്ടും, ഓക്സിജൻ ഗ്യാസും പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. ഇനി അതല്ല, നമ്മൾ ഇൻഡസ്ട്രിയലി അല്ലെങ്കിൽ വ്യാവസായികമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് ത്രൂ ദി ഇലക്ട്രോലൈസിസ് ഓഫ് വാട്ടർ ആണ് അല്ലെ. ജലത്തിന്റെ വൈദ്യുത വിശ്ലേഷണം നടത്തിയിട്ടാണ്. നൈട്രജനെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അത് നമുക്കറിയാം ത്രൂ തണ്ടർ ആൻഡ് ലൈറ്റ് നിങ്ങൾ ഇടിമിന്നൽ വെട്ടുന്നത് വഴി കിട്ടും. പിന്നെയോ ത്രൂ നൈട്രജൻ ഫിക്സേഷൻ, നൈട്രജൻ സ്ഥിരീകരണത്തിലൂടെ, പിന്നെ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുന്നത് വഴി. അത് കഴിഞ്ഞിപ്പോൾ നമ്മൾ ഓൾറെഡി ക്ലോറിനെ കണ്ടു. ഇനി നമുക്കുള്ളത് പഠിക്കാനുള്ളത് ആരാണ് മക്കളെ? അടുത്ത നോൺ മെറ്റൽ ആയിട്ട് പഠിക്കാനുള്ളത് കാർബൺ ആണ്. കാർബണിന്റെ പ്രിപ്പറേഷൻ ആയിട്ടല്ല, പക്ഷെ കാർബണിന്റെ കോമ്പൗണ്ട് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡിന്റെയും കാർബൺ മൊണോക്സൈഡിന്റെയും പ്രിപ്പറേഷൻ പഠിക്കാനുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡിനെ എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക? കാൽഷ്യം കാർബണേറ്റിലേക്ക് കുറച്ച് ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർത്ത് കൊടുക്കാം. സോ നമുക്ക് കാൽഷ്യം ക്ലോറൈഡും കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കിട്ടും. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡിനെ പ്രിപ്പയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ കാൽഷ്യം കാർബണേറ്റിലേക്ക് ഹൈഡ്രോക്ലോറിക് ആസിഡിനെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി അതേപോലെ കാർബൺ മൊണോക്സൈഡ് ഉണ്ട്. അതെന്ന് പറയുന്നത് ഇൻകംപ്ലീറ്റ് കമ്പഷൻ അല്ലെ, ഭാഗികമായിട്ടുള്ള ജ്വലനം വഴിയാണ് കാർബൺ മൊണോക്സൈഡ് ആവുന്നത്. അപ്പൊ കാർബണും അതേപോലെ നമ്മുടെ ഓക്സിജനും തമ്മിൽ കൂടി ചേർന്നിട്ട് കാർബൺ മൊണോക്സൈഡ് ആയിട്ട് മാറും. ഓക്കെ, ഇത്രയും പ്രിപ്പറേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാവരുടെയും പ്രിപ്പറേഷനും സൂപ്പർ ഇമ്പോർട്ടന്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ബ്ലീച്ചിങ് ആക്ഷൻ ഓഫ് ക്ലോറിൻ റിക്വയർസ് മോയ്സ്ചർ, ഗീവ് റീസൺ. ക്ലോറിന്റെ ബ്ലീച്ചിങ് പ്രവർത്തനത്തിന് ഈർപ്പം ആവശ്യമാണ്. ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ ക്ലോറിൻ എന്ന് പറയുന്നാല് ബ്ലീച്ചിങ് ആക്ഷൻ കാണിക്കും. ഇങ്ങനെയാണ് കാണിക്കുക. സി, നമ്മുടെ ക്ലോറിൻ വാട്ടറുമായിട്ട് കൂടി ചേർന്നിട്ട് അവിടെ HCl അതേപോലെ തന്നെ HOCl അഥവാ ഹൈപ്പോക്ലോറസ് ആസിഡ് ആയിട്ട് മാറുന്നു. ഈ HOCl അല്ലെങ്കിൽ ഹൈപ്പോക്ലോറസ് ആസിഡ് എന്ന് പറയുന്നത് ഹൈലി അൺസ്റ്റേബിൾ ആണ് അല്ലെ, വളരെയധികം അസ്ഥിരമാണ്. ഇയാളെ വെട്ടത്തിന് ഡീകമ്പോസ് ചെയ്യും, വേഗം തന്നെ വിഘടിക്കും. എന്നിട്ടോ HCl പിന്നെ നമുക്ക് നേസന്റ് ഓക്സിജനും കിട്ടും. ഈ നേസന്റ് ഓക്സിജൻ എന്ന് പറയുന്നത് മക്കളെ ഒരു ഗുഡ് ആയിട്ടുള്ള ഓക്സിഡൈസിങ് ഏജന്റ് ആണ്, ഒരു നല്ല ഓക്സികാരിയാണ് അല്ലെ. അങ്ങനെ അയാള് ബ്ലീച്ചിങ് ആക്ഷൻ നടത്തും. അപ്പോൾ ഹൈപ്പോക്ലോറസ് ആസിഡ് ആയിട്ട് മാറിയാൽ മാത്രമേ അവിടെ നേസന്റ് ഓക്സിജൻ ഉണ്ടാവുള്ളൂ. ഹൈപ്പോക്ലോറസ് ആസിഡ് ഉണ്ടാകണമെങ്കിൽ അവിടെ വാട്ടർ വേണം, എന്നാലല്ലേ ക്ലോറിനെ കമ്പൈൻ ചെയ്ത ഹൈപ്പോക്ലോറസ് ആസിഡ് ആകാൻ പറ്റുള്ളൂ. കൃത്യമായിട്ട് ഓർത്തിരിക്കുക, വാട്ടറിന്റെ പ്രസൻസിൽ മാത്രമേ ബ്ലീച്ചിങ് ആക്ഷൻ നടക്കുള്ളൂ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ബ്ലീച്ചിങ് പൗഡർ എങ്ങനെ ഉണ്ടാക്കുക നമ്മൾ ഓൾറെഡി കണ്ടു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ അറ്റോമിക് നമ്പർ ഓഫ് ആൻ എലമെന്റ് ഇസ് 15 ആൻഡ് മാസ് നമ്പർ 31. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ, ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? അത് കിട്ടണമെങ്കിൽ നമുക്ക് ആദ്യം ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതി നോക്കാം. അറ്റോമിക് നമ്പർ 15 ആണ്, മാസ് നമ്പർ 31 ആണ്. ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എങ്ങനെയാ വരിക? 2, 8, 5. അപ്പൊ ഏറ്റവും പുറമേ ഉള്ള ഷെല്ലിനെയാണ് നമ്മൾ വാലൻസ് ഷെൽ അല്ലെങ്കിൽ ബാഹ്യതമ ഷെൽ എന്ന് പറയുന്നത്. ഇവിടെ വാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട് മക്കളെ? 5 ഇലക്ട്രോൺസ്. അപ്പൊ വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണമാണ് വാലൻസ് ഇലക്ട്രോൺസ്. അപ്പൊ എത്രയാണ്? 5 ആയിരിക്കും. ഇനി അടുത്തത്, എത്ര ന്യൂട്രോൺ ഉണ്ട്? ന്യൂട്രോണിന്റെ എണ്ണം കണ്ടെത്താൻ നമ്മുടെ കയ്യിൽ ഒരു ഇക്വേഷൻ ഉണ്ട്, A - Z. A എന്ന് പറഞ്ഞാൽ ഇവിടെ മാസ് നമ്പർ, Z എന്ന് പറഞ്ഞാൽ ഇവിടെ അറ്റോമിക് നമ്പർ. അപ്പൊ മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആറ്റത്തിലെ ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടെത്താം. മാസ് നമ്പർ 31 ആണ്, അറ്റോമിക് നമ്പർ 15 ആണ്, സോ 16. ഈ ആറ്റത്തിലെ ന്യൂട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് 16 ആയിരിക്കും. എത്രയാ? 16. ഇനി ഇതിന്റെ ഓർബിറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ വരയ്ക്കാം. അപ്പൊ മക്കളെ, ഓർബിറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ വരയ്ക്കുമ്പോൾ പ്രോട്ടോൺ വേണം, ന്യൂട്രോൺ വേണം, ഇലക്ട്രോൺ കോൺഫിഗറേഷൻ വേണം. സോ ഇവിടെ അറ്റോമിക് നമ്പർ 15 അല്ലെ, മാസ് നമ്പർ 31. അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു ആറ്റത്തിലെ പ്രോട്ടോൺസിന്റെ എണ്ണമാണ്. അപ്പൊ അറ്റോമിക് നമ്പർ കിട്ടിയാൽ നമുക്ക് പ്രോട്ടോൺസിന്റെ എണ്ണം കിട്ടും. സോ നമ്പർ ഓഫ് പ്രോട്ടോൺസ് 15 ആണ്. ന്യൂട്രോൺസിന്റെ എണ്ണം നമ്മൾ ഓൾറെഡി കണ്ടെത്തി അല്ലെ, A - Z. മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ കുറച്ചു, 31 - 15 16 എന്ന് നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്രയാ? 2, 8, 5 ആയിരിക്കും. ഇത്രയും കിട്ടിയ പെൻസിലും കോമ്പസും എടുത്ത് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഓർബിറ്റൽ ഡയഗ്രാം വരയ്ക്കാം. അപ്പൊ ആദ്യം നമുക്ക് ന്യൂക്ലിയസ് വരയ്ക്കാം. പിന്നെ ഇവിടെ ടോട്ടൽ എത്ര ഷെല്ലുണ്ട്? 3 ഷെല്ലാണ്. സോ ഞാൻ 3 വട്ടം വരയ്ക്കുന്നുണ്ട്.
ഇനി നമുക്ക് ഇയാളുടെ ഇലക്ട്രോൺസ്, അതായത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ താഴെയായിട്ടൊന്ന് എഴുതി കൊടുക്കാം. 2, 8, 5. ഇനി ന്യൂക്ലിയസിന്റെ ഉള്ളില് മക്കളെ, ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ ഉള്ളില് പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ട്. അതിന്റെ നമ്പേഴ്സ് കൃത്യമായിട്ട് എഴുതി കൊടുക്കുക. ഇവിടെ നമുക്കറിയാം 15 പ്രോട്ടോൺസും 16 ന്യൂട്രോൺസും ഉണ്ട്, അത് എഴുതണം. ഇനി ഇലക്ട്രോൺസിനെ നമ്മൾ ഡോട്ട്സ് ഉപയോഗിച്ച് വരയ്ക്കാൻ പോകുന്നു. അപ്പൊ ഒന്നാമത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, സോ 2 ഡോട്ട് വരയ്ക്കുന്നു. രണ്ടാമത്തെ ഷെല്ലില് 8 ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ 1, 2, 3, 4, 5, 6, 7, 8. മിസ് വരച്ച് ശ്രദ്ധിച്ചോ? ഓപ്പോസിറ്റ് ആയിട്ടാണ് വരച്ചിട്ടുള്ളത്. ഇനി മൂന്നാമത്തെ ഷെല്ലിലുള്ളത് 5 ഇലക്ട്രോണാ. 1, 2, 3, 4, 5. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആണ്. അപ്പൊ ഇത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം 4 മാർക്കിന് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് കേട്ടോ. തീർച്ചയായിട്ടും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അടുത്ത ചോദ്യം, ഐസോടോപ്പ് ഓഫ് ആൻ എലമെന്റ് ഈസ് യൂസ് ടു ഡിറ്റർമൈൻ ദ ഏജ് ഓഫ് ഫോസിൽസ്. ഫോസിലുകളുടെ പ്രായം നിർണ്ണയിക്കാൻ ഒരു മൂലകത്തിന്റെ ഐസോടോപ്പ് ഉപയോഗിക്കുന്നു. വിച്ച് ഈസ് ദിസ് ഐസോടോപ്പ്? ഈ ഐസോടോപ്പ് ഏതാ മക്കളെ? അപ്പോ ഐസോടോപ്പുകൾ എന്ന് പറഞ്ഞാൽ സെയിം അറ്റോമിക് നമ്പറും ഡിഫറെന്റ് മാസ് നമ്പറും. അറ്റോമിക് നമ്പർ ഒരുപോലെ, എന്നാൽ മാസ് നമ്പർ വ്യത്യസ്തമായിട്ടുള്ളവരെയാണ് നമ്മൾ ഐസോടോപ്പ് എന്ന് വിളിക്കാം. അപ്പോ ഇത് കാർബണിന്റെ ഐസോടോപ്പ് ആണ്. C614. C614 എന്ന് പറയുന്ന കാർബണിന്റെ ഐസോടോപ്പിനെയാണ് നമ്മൾ ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ, ഏജ് ഓഫ് ഫോസിൽസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ഇനി ബാക്കി ഏതൊക്കെയാണ് 2 ഐസോടോപ്പ്? കാർബണിന് ടോട്ടൽ 3 ഐസോടോപ്പ് ആണ്. C612, C613, C614. അപ്പൊ ഈ C612നെയാണ് നമ്മൾ ഏറ്റവും അബണ്ടന്റ് ആയിട്ടുള്ളതും സ്റ്റേബിൾ ആയിട്ടുള്ളതും ഏറ്റവും ലഭ്യത കൂടിയതും സ്ഥിരത കൂടിയതുമായിട്ടുള്ള ഐസോടോപ്പ് എന്ന് പറയുന്നത് C612 ആണ്. C613 എന്ന് പറഞ്ഞാൽ മെറ്റബോളിക് പ്രോസസ്സസ് ഇൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ജന്തുക്കളുടെയും അതേപോലെ സസ്യങ്ങളിലെയും ഉപാപചയ പ്രവർത്തനങ്ങളെ പറ്റി പഠിക്കാൻ ഉപയോഗിക്കുന്ന ആളാണ്. C614 ആണ് ഏജ് ഓഫ് ഫോസിൽസ്, ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുക. ഇനി ഓരോ ഐസോടോപ്പിലെയും നമ്പർ ഓഫ് ന്യൂട്രോൺസ് നമുക്ക് കണ്ടെത്താം. ഒന്നാമത്തെ ആള് C612 ആണ്. ന്യൂട്രോൺസിന്റെ എണ്ണം കണ്ടെത്താൻ അറ്റോമിക് മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ കുറയ്ക്കുക. ഓർത്ത് വെക്കണേ, താഴെ എഴുതുന്ന നമ്പറാണ് അറ്റോമിക് നമ്പർ, മുകളിൽ എഴുതുന്ന നമ്പറാണ് മാസ് നമ്പർ, അത് മറന്നു പോകരുത്. സോ 12 - 6 എന്ന് കിട്ടും. അടുത്തത് C613 ആണ്. ന്യൂട്രോണിന്റെ എണ്ണം എഗെയിൻ A - Z ആണ്. മാസ് നമ്പർ 13, അറ്റോമിക് നമ്പർ 6, അപ്പോൾ നമുക്ക് 7 എന്ന് കിട്ടും. അടുത്ത ആള് C614 ആണ്. ന്യൂട്രോൺസിന്റെ എണ്ണം വരുമ്പോൾ 14 - 6, 8 എന്ന് കിട്ടും. അപ്പൊ ന്യൂട്രോൺസിന്റെ എണ്ണം കണ്ടെത്താനായിട്ട് കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ, ഇമ്പോർട്ടന്റ്. അതേപോലെ ഐസോടോപ്പുകളുടെ ഒക്കെ യൂസസ് പഠിക്കണം. ഇത് കൂടാണ്ട് കുറച്ച് ഐസോടോപ്പ് ഇല്ലേ, നമുക്ക് ഡ്യൂട്ടീരിയത്തിന്റെ ഓക്സൈഡ് ആയിട്ടുള്ള ഹെവി വാട്ടർ പഠിക്കാനുണ്ട്. അങ്ങനെ കുറച്ച് ബോക്സ് ഇല്ലേ, അതൊക്കെ കൃത്യമായിട്ട് വായിക്കാം. അടുത്തത് ദ അൺബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ തന്നിട്ടുണ്ട് കേട്ടോ. ബാലൻസ് ദ കെമിക്കൽ ഇക്വേഷൻ. അപ്പൊ തന്നിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് N2 + H2 gives 2NH3. ഇതാണ് തന്നിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ബാലൻസ് എങ്ങനെയാ നമ്മൾ ചെയ്യുക? 2 സൈഡിലെ മാറ്റങ്ങളുടെ എണ്ണം ഈക്വൽ ആക്കുക. അതാണ് നമ്മൾ ബാലൻസിംഗിൽ ചെയ്യുക. ലെഫ്റ്റ് സൈഡിൽ 2 നൈട്രജൻ ഉണ്ടെങ്കിൽ റൈറ്റ് സൈഡിലും 2 നൈട്രജൻ വേണം. ഇവിടെ 2 ഉണ്ട്, ഇപ്പൊ ഇവിടെ 1 ഉള്ളൂ. സോ ഞാനൊരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇനി ലെഫ്റ്റ് സൈഡിൽ 2 ഹൈഡ്രജൻ ഉണ്ട്, റൈറ്റ് സൈഡിലോ 2, 3, 6 ഹൈഡ്രജൻ ഉണ്ട്. അങ്ങനെ പറ്റില്ല, 2 സൈഡിലെ ഹൈഡ്രജന്റെ എണ്ണം തുല്യമാക്കണം. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ 2 ആണെങ്കിൽ റൈറ്റ് സൈഡിൽ 6, അത് പറ്റില്ല. ഇടതുവശത്തും 6 ആക്കണം. അപ്പൊ 2നെ എങ്ങനെയാ നമ്മൾ 6 ആക്കുക? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലെ, 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇപ്പൊ ബാലൻസ്ഡ് ആയോ എന്ന് എന്റെ കുട്ടികൾ നോക്കിക്കേ. 2 നൈട്രജൻ 2 നൈട്രജൻ 6 ഹൈഡ്രജൻ നമ്മുടെ ഇക്വേഷൻ ബാലൻസ്ഡ് ആയി. അടുത്തത് ഫൈൻഡ് ഔട്ട് ദി നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് സെയിം ടൈപ്പ് ഇൻ ബോത്ത് ദ റിയാക്ടൻസ് ആൻഡ് പ്രോഡക്ട്സ്. അതായത് അഭികാരകങ്ങളിലെയും ഉൽപ്പന്നങ്ങളെയും ഒരേ ഇനത്തിൽപ്പെട്ട ആറ്റങ്ങളുടെ എണ്ണം കണക്കാക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. സോ റിയാക്ടൻസ് സൈഡ് എടുക്കാം. അഭികാരകങ്ങൾ എന്ന് പറയുമ്പോൾ ഈ കെമിക്കൽ റിയാക്ഷൻ ലെഫ്റ്റ് സൈഡിലുള്ളതാണ് കേട്ടോ. അഭികാരകം എന്ന് പറയുന്നത് അവിടെ എത്രയാ മക്കളെ? നൈട്രജൻ എത്രയുണ്ട്? നൈട്രജൻ 2, ഹൈഡ്രജൻ എത്രയുണ്ട്? 6. അപ്പൊ പ്രോഡക്റ്റ് സൈഡിൽ എത്രയായിരിക്കും? ഉൽപ്പന്നം എന്ന് പറയുമ്പോൾ 6 മാർക്കിന്റെ റൈറ്റ് സൈഡിലുള്ള ആളാണ്. അപ്പൊ പറഞ്ഞോ, ഇവിടുത്തെ പ്രോഡക്റ്റ് എത്രയുണ്ടാവും? പ്രോഡക്റ്റ് അഥവാ ഉൽപ്പന്നം എത്രയുണ്ടാവും? 2 നൈട്രജൻ ഉണ്ട്, അതേപോലെ ഹൈഡ്രജനും 6 ഉണ്ട്. നമുക്ക് അല്ലെങ്കിലും അറിയാം 2 സൈഡിലെ ആറ്റങ്ങളുടെ എണ്ണം ഓൾറെഡി ഈക്വൽ ആണ് എന്ന് നമുക്കറിയാം അല്ലെ, അക്കോർഡിംഗ് ടു ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് സംരക്ഷണ നിയമം ഉള്ളതുകൊണ്ട്. ഇനി
28 ഗ്രാം നൈട്രജൻ 6 ഗ്രാം ഹൈഡ്രജനുമായിട്ട് ഫോം ചെയ്താൽ എത്ര അമോണിയ ഉണ്ടാകും? 28 ഗ്രാം നൈട്രജൻ 6 ഗ്രാം ഹൈഡ്രജനുമായി പൂർണ്ണമായി സംയോജിച്ചാൽ എത്ര അമോണിയ ഉണ്ടാകും? ഞാൻ നിങ്ങൾക്ക് ഒരു ഹിന്റ് പറഞ്ഞു തരാം. അതായത് ഈ പ്രോഡക്റ്റിന്റെ മാസ് എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് സംരക്ഷണ നിയമമാണ്. ഈ ഒരു ലോ അനുസരിച്ച് ടോട്ടൽ മാസ് ഓഫ് ദ റിയാക്ടൻ വിൽ ബി ഈക്വൽ ടു ദ ടോട്ടൽ മാസ് ഓഫ് പ്രോഡക്റ്റ്. അഭികാരകങ്ങളുടെ ആകെ മാസ് ഉൽപ്പന്നത്തിന്റെ ആകെ മാസിന് തുല്യമായിരിക്കും. സോ ഇവിടെ നൈട്രജനും അതേപോലെ ഹൈഡ്രജനുമാണ് നമ്മുടെ റിയാക്ടൻ. നമ്മുടെ കയ്യിൽ 28 ഗ്രാം നൈട്രജനും 6 ഗ്രാം ഹൈഡ്രജനുമാണ് നമ്മുടെ കയ്യിലുള്ളത്. സോ ടോട്ടൽ മാസ് ഓഫ് ദി റിയാക്ടൻസ്, അഭികാരകങ്ങളുടെ ആകെ മാസ് എന്ന് പറയുന്നത് 34 ഗ്രാം ആണ്. അങ്ങനെയാണെങ്കിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് അനുസരിച്ച് ഇവിടുത്തെ പ്രോഡക്റ്റിന്റെ മാസ് എത്രയായിരിക്കും? അതെന്റെ കുട്ടികൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക കേട്ടോ. മാസ് സംരക്ഷണ നിയമം അനുസരിച്ച് ഇവിടുത്തെ ഉൽപ്പന്നത്തിന്റെ അളവ് എത്രയായിരിക്കും എന്ന് കമന്റ് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെയും കമന്റ് മിസ് നോക്കുന്നുണ്ടാവും. ഇതുപോലെ നിങ്ങൾക്ക് ഇനിയും വീഡിയോസ് ഉണ്ടാവും. പിന്നെ വൈകിട്ടത്തെ നമ്മുടെ മെഗാ മാരത്തോണിന്റെ കാര്യം ആരും മറക്കണ്ട. 100% ഷുവർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വൈകിട്ടത്തെ ലൈവിൽ കാണാം. ടാറ്റാ ബൈ.